നമസ്കാരം. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലർ ആർ. ശ്രീലേഖയും തമ്മിലുള്ള തർക്കം ലോകത്തിന് മുൻപിലേക്ക് തുറന്നിട്ട് കൊടുത്തത് CPM എം.എൽ.എ. ആയ പ്രശാന്ത് തന്നെയായിരുന്നു. കൃത്യമായൊരു അജണ്ടയോടുകൂടിയാണ് ആ വിവാദത്തിന് CPM ഡിസൈൻ ചെയ്തത്. മുൻ DGP കൂടിയായ ശ്രീലേഖയെ ഒറ്റപ്പെടുത്തി നാണം കെടുത്തി മൂലക്കിരുത്തുകയായിരുന്നു ലക്ഷ്യം. വാസ്തവത്തിൽ ശ്രീലേഖ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വിഷയത്തിൽ ഇടപെട്ടത്. ശ്രീലേഖയ്ക്ക് ഓഫീസ് വേണമെങ്കിൽ ശ്രീലേഖ ആദ്യം ചെയ്യേണ്ടത് തനിക്ക് ഓഫീസ് വാർഡിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷന് അപേക്ഷ കൊടുക്കുകയായിരുന്നു. കോർപ്പറേഷൻ പരിഗണിച്ചിട്ട് തീരുമാനമെടുക്കുമായിരുന്നു. ശ്രീലേഖ അതിന് ന്യായം പറയുന്നത് തനിക്ക് അനുജനെ പോലെയുള്ള പ്രശാന്തിനെ വിളിച്ച് സ്നേഹപൂർവ്വം ആ ഓഫീസ് വേണമല്ലോ എന്ന് പറയുകയായിരുന്നു എന്നാണ്. അത്തരമൊരു സാഹചര്യത്തെ പ്രശാന്ത് മുതലെടുക്കുകയും വെറും ഒരു കൗൺസിലറായ ശ്രീലേഖ പഴയ DGP എന്ന പവർ ഉപയോഗിച്ച് BJPയുടെ ലേബലിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്ക് കഥ മെനഞ്ഞുവിട്ടു. ഇതുതന്നെയായിരുന്നു ആര്യ രാജേന്ദ്രന് KSRTC ബസ് തടഞ്ഞ വിഷയത്തിലും സംഭവിച്ചത്. KSRTC ഡ്രൈവറുടെ ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്താൽ താൻ പെട്ടെന്ന് ഹീറോയിനാവും എന്ന് ആര്യ രാജേന്ദ്രൻ കരുതിപ്പോയി. അതിനുശേഷം ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ പൊതു നിലപാട് ഇതല്ലല്ലോ എന്ന്. ഇതേ തെറ്റ് തന്നെയാണ് പ്രശാന്തിനും സംഭവിച്ചത്. ശ്രീലേഖയ്ക്കെതിരെ താൻ ഒരു ഭൂതത്തെ തുറന്നുവിട്ടാൽ ശ്രീലേഖയുടെ മാനം പോകും എന്നായിരുന്നു പ്രശാന്ത് കരുതിയത്. വാസ്തവത്തിൽ ഇപ്പോൾ മാനം പോയിരിക്കുന്നതും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയതും CPM ആണ്. ഈ വിവാദം പുകഞ്ഞതോടെ CPM MLA-മാർ അനധികൃതമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് വിശദാംശങ്ങൾ പുറത്തു വന്നു. ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലറും മുൻ MLA-യുമായ ശബരിനാഥ് ഇങ്ങനെ പോസ്റ്റിട്ടു. ശാസ്തമംഗലം വാർഡിലെ നഗരസഭാ ഓഫീസ് MLA-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നഗരസഭയും ശ്രീ VK പ്രശാന്തും തമ്മിലുള്ള കരാർ പരിശോധിച്ചുകൊണ്ട് വാടക തുക അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനിക്കേണ്ട നഗരസഭയാണ്. അതവിടെ നിൽക്കട്ടെ, എനിക്ക് മറ്റൊരു വസ്തുത കൂടി പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം MLA-മാരുടെയും ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ജനപ്രതിനിധിയായിരുന്നപ്പോൾ ആര്യനാട് ഒരു വാടക മുറിയിൽ മാസ വാടക കൊടുത്ത് പ്രവർത്തിച്ചത്. പക്ഷേ ശ്രീ VK പ്രശാന്തിനെ ഒരു ഭാഗ്യമുണ്ട്. നിയമസഭയുടെ MLA ഹോസ്റ്റൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് നഗരത്തിൻ്റെ ഹൃദയത്തിലെ MLA ഹോസ്റ്റൽ. ഞാൻ അന്വേഷിച്ചപ്പോൾ MLA ഹോസ്റ്റലിലെ നീള ബ്ലോക്കിൽ 31, 32 നമ്പറിൽ ഒന്നാം തരം 2 ഓഫീസ് മുറികൾ അങ്ങയുടെ പേരിൽ അനുവദിച്ചിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള MLA ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അത് ഉപേക്ഷിച്ച് എന്തിനാണ് ശാസ്തമംഗലത്തെ മുറിയിൽ ഇരിക്കുന്നത്? ഈ നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം MLA ഹോസ്റ്റലിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം എല്ലാ കൗൺസിലർമാർക്കും പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യം നഗരസഭ ഒരുക്കണം. വാസ്തവത്തിൽ ഇത് പ്രശാന്തിൻ്റെ മുഖം മൂടി മാറ്റുന്ന ഒരു പോസ്റ്റായിരുന്നു. പ്രശാന്തിൻ്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ 2 വലിയ മുറികൾ അനുവദിച്ചു എന്ന് രേഖകളുണ്ട്. ആ മുറികൾ മറ്റാർക്കോ കൊടുത്തിട്ട് കയറിക്കൂടാൻ അവസരമൊരുക്കിയിട്ട് MLA എന്തിനാണ് കോർപ്പറേഷൻ്റെ ചെലവിൽ ശാസ്തമംഗലത്ത് ഓഫീസ് ഇട്ടിരിക്കുന്നത്? നിർണായകമായ ചോദ്യമാണ്. പകരം അവിടുത്തെ കൗൺസിലറെ കക്കൂസിലേക്ക് മാറ്റി ഒതുക്കിയതും ചർച്ചയായി. ഇത്തരത്തിൽ ഇടത് MLA-മാർ മിക്കവരും അവർക്ക് അനുവദിച്ചിരിക്കുന്ന തുക വക മാറ്റിക്കൊണ്ട് സർക്കാർ സൗജന്യം കൈപ്പറ്റുന്ന ആരോപണം ഇതോടുകൂടി പുറത്തായിട്ടുണ്ട്. മന്ത്രി GR അനിലിൻ്റെ ഇടപെടലിനെ കുറിച്ച് യുവരാജ് ഗോകുൽ ഇങ്ങനെ എഴുതുന്നു: തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിൽ വ്യാപകമായി ഇടതുപക്ഷം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടമാണ് നെടുമങ്ങാട് ജംഗ്ഷനിലെ ടൗൺ ഹാൾ. നിരവധി സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്ന മുറികൾ ഇവിടെയുണ്ട്. ഇവിടെയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ GR അനിലിൻ്റെ MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. VK പ്രശാന്ത് 872 രൂപയെങ്കിലും വാടക കൊടുക്കുന്നെങ്കിൽ GR അനിൽ സൗജന്യമായാണ് പ്രവർത്തിക്കുന്നത്. ലക്ഷത്തിനടുത്ത് മന്ത്രി എന്ന നിലയിൽ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് എന്തിനാണ് പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് നിർമ്മിച്ച ഒരു സ്ഥാപനം വീണ്ടും സൗജന്യമായി തന്നെ നൽകുന്നത്? വാസ്തവത്തിലെ വിവാദത്തിലൂടെ പ്രശാന്ത് തുറന്നുവിട്ടത് ഇടതുപക്ഷത്തിൻ്റെ MLA-മാരും MP-മാരും സൗജന്യമായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതാണ്. ഒരു MLA-ക്ക് അലവൻസുകളും മറ്റുമായി ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപ മാസം കിട്ടുന്നുണ്ട്. അതിൽ 25,000 രൂപ മണ്ഡലം അലവൻസാണ്. അതുകൂടി അതിന് ടെലിഫോൺ അലവൻസ് അടക്കമുള്ള മറ്റ് ചെലവുകൾ. മണ്ഡലം അലവൻസിൽ പ്രധാനമായും ഉപയോഗിക്കേണ്ടി വരുന്നത് വാടക കൊടുക്കാനാണ്. എന്നാൽ ഇത്തരം വാടകകളിൽ തട്ടിപ്പ് നടത്തി ഈ ബാക്കി പണമെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം പ്രസക്തമാകുന്നു. അലവൻസിന്റെ പേരിൽ കൈപ്പറ്റുന്ന പണം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വയ്ക്കുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണോ? ഈ ചോദ്യമാണ് പലരും ഉയർത്തുന്നത്.
MLA-മാരുടെ അലവൻസിനെ കുറിച്ച് ഔദ്യോഗികമായി നിയമസഭാ വെബ്സൈറ്റിൽ കിടക്കുന്ന എങ്ങനെയാണ്: ടെലിഫോൺ അലവൻസ് 11,000 രൂപ, മിനിമം മന്ത്ലി റെൻ്റൽ 20,000 രൂപ. അതായത് വാടകയ്ക്ക് വേണ്ടി മാത്രം 20,000 രൂപയും ടെലിഫോൺ അലവൻസ് 11,000, അങ്ങനെ 31,000 രൂപ ഇങ്ങനെ മാത്രം അലവൻസ് ഉണ്ട്. കൂടാതെ മന്ത്ലി ഫിക്സഡ് അലവൻസ് 2,000 രൂപ, കോൺസിസ്റ്റൻസി മണ്ഡല അലവൻസ് 25,000 രൂപ, ടെലിഫോൺ അലവൻസ് 11,000 രൂപ, ഇൻഫർമേഷൻ അലവൻസ് 4,000 രൂപ, സംച്വറി അലവൻസ് അത് ചായ സൽക്കാരത്തിന് കൊടുക്കാനുള്ള 8,000 രൂപ, മിനിമം മന്ത്ലി TA 20,000 രൂപ. അങ്ങനെ ഏതാണ്ട് 70,000 മുമ്പ് സൂചിപ്പിച്ച 30,000 കൂട്ടി ഏതാണ്ട് 1,00,000-ലധികം രൂപ കിട്ടുന്നു. അതുപോലെ റോഡ് മൈലേജ് കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ 1 കിലോമീറ്ററിന് 10 രൂപ വീതം കൊടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, എയർ കണ്ടീഷൻ റെയിൽവേ പ്ലസ് 25 പൈസ പെർ കിലോമീറ്റർ ഇൻക്ലൂസീവ് എക്സ്. അതായത് ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ എയർ കണ്ടീഷൻ യാത്ര ചെയ്യാം. കൂടാതെ കിലോമീറ്റർ 25 രൂപ അലവൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് കൂപ്പൺ 4 ലക്ഷം രൂപയുടെ ട്രാൻസ്പോർട്ട് കൂപ്പൺ ഉണ്ട്. കേരളത്തിൻ്റെ അകത്തുള്ളപ്പോൾ DA 1000 രൂപയും കേരളത്തിന് പുറത്തുള്ളപ്പോൾ 1,200 രൂപയും ദിവസം DA ഉണ്ട്. ബുക്ക് അലവൻസ് 15,000 രൂപയുണ്ട്. റീഇൻസ്റ്റാൾമെൻറ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ഫീ ആൻഡ് പീരിയോഡിക്കൽ റെൻ്റൽ ഓഫ് ടെലിഫോൺസ് എല്ലാ ചെലവുകളും കുടുംബക്കാർക്ക് സൗജന്യമാണ്. വീട്ടിലും ഫോണുണ്ട്. ഫ്രീ ട്രാവൽ ഫെസിലിറ്റി KSRTC ഫ്രീ ആണ്. ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഉണ്ട്, അത് 20 ലക്ഷം രൂപ വരെ. പെൻഷൻ ആയിക്കോട്ടെ 2 വർഷമായി 8,000 രൂപ, 3 വർഷമായി 12,000 രൂപ, 4 വർഷം 16,000 രൂപ, 5 വർഷമായാൽ 20,000 രൂപ. പിന്നെ ഓരോ 5 വർഷത്തിനും അലവൻസ് കൂടി വരും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും MLA-മാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റാൻ അവസരമുള്ളപ്പോൾ എന്തിനാണ് നഗരസഭാ കൗൺസിലർമാർക്ക് പാവപ്പെട്ട ജനങ്ങളെ സേവിക്കാനുള്ള ഇത്തരം ഓഫീസുകൾ സ്വന്തമാക്കി വെക്കുന്നത്? എന്തിനാണ് ഇതിൻ്റെയൊക്കെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത്? എന്തായാലും വിവാദം ഈ ഒരു ചർച്ചയ്ക്ക് വഴിതെളിക്കുകയും പുതിയ മേയർ ഇതേക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായ CPM-മാർ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം സർക്കാർ സ്വത്തുക്കളൊക്കെ തിരിച്ചെടുക്കുന്ന കാലം വിദൂരമല്ല.